നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാലാവസ്ഥ മാറുമ്പോഴോ പൊടിയേൽക്കുമ്പോഴോ ശ്വാസമുട്ടലും നിർത്താതെയുള്ള ചുമയും നിങ്ങളെ അലട്ടുന്നുണ്ടോ? ആസ്ത്മ അഥവാ ശ്വാസംമുട്ടൽ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒന്നാണ്. ഇൻഹേലറുകളെ മാത്രം ആശ്രയിക്കാതെ ശ്വാസകോശത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശ്വാസമുട്ടൽ സ്വാഭാവികമായി കുറയ്ക്കാനും ആയുർവേദം നിർദ്ദേശിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ ഇതിനെ തമകശ്വാസം എന്നാണ് വിളിക്കുന്നത്. ശ്വാസനാളത്തിൽ കഫം അടിഞ്ഞുകൂടി വായുസഞ്ചാരം തടസ്സപ്പെടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ: തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും, പൊടി, പുക, പൂമ്പൊടി തുടങ്ങിയവയോടുള്ള അലർജി, ദഹനക്കേട് മൂലം ശരീരത്തിൽ വിഷാംശം അഥവാ ആമമുണ്ടാവുന്നത്, രാത്രിയിലെ അമിത ഭക്ഷണം. ശ്വസനാരോഗ്യം മെച്ചപ്പെടുത്താൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ലളിതമായ വഴികൾ ഇതാ. തുളസിയും ഇഞ്ചിയും. തുളസിയില നീരും ഇഞ്ചിനീരും അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് ശ്വാസകോശത്തിലെ കഫം നീക്കം ചെയ്യാൻ സഹായിക്കും. ആടലോടകം അഥവാ അടത്തോട. ശ്വാസകോശ രോഗങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഔഷധമാണ് ആടലോടകം. ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയും ശ്വാസംമുട്ടലും കുറയ്ക്കും. കരിങ്ങാലി വെള്ളം. ഇളം ചൂടുള്ള വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ കരിങ്ങാലിയോ ചുക്കോ ഇട്ട് തിളപ്പിക്കുന്നത് കഫം കുറയ്ക്കാൻ സഹായിക്കും. ആവി പിടിക്കൽ. യൂക്കാലിപ്റ്റസ് ഓയിലോ തുളസിയിലയോ ഇട്ട് ആവി പിടിക്കുന്നത് ശ്വാസനാളം തുറക്കാനും ശ്വാസോച്ഛ്വാസം സുഗമമാക്കാനും സഹായിക്കും. രാത്രിയിൽ തൈര്, തണുത്ത വെള്ളം, ഐസ്ക്രീം എന്നിവ ഒഴിവാക്കുക. ശ്വാസകോശത്തിന്റെ ബലം വർദ്ധിപ്പിക്കാൻ പ്രാണായാമം ശീലിക്കുന്നത് വളരെ ഗുണകരമാണ്. നിങ്ങളുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവവായുവിനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ശ്രദ്ധിക്കുക, കഠിനമായ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയോ ഓക്സിജൻ നില കുറയുകയോ ചെയ്താൽ ഒട്ടും വൈകാതെ അടിയന്തര വൈദ്യസഹായം തേടേണ്ടതാണ്. ആസ്ത്മ രോഗികൾ തങ്ങളുടെ ഇൻഹേലറുകൾ എപ്പോഴും കൈവശം വെക്കേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.